ഹലോ എവരി വൺ, വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ. പത്തരമാറ്റ സീരിയലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേയായി ഈ ചാനൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പുതിയ ട്രെയിനറുടെ എൻട്രിയാണ് കേട്ടോ. പുതിയ ട്രെയിനർ ഹയർ ഓഫീസറിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് അയാൾ ചോദിച്ചു, താൻ എത്തിയോ? നല്ലൊരു ബാച്ചാണിപ്പോൾ ഉള്ളത്, അതാ മധുസൂദനൻ നശിപ്പിച്ചു. അത് കേട്ട് ആ പുതിയ ട്രെയിനർ പറഞ്ഞു, മധു സാർ എന്നെ വിളിച്ചിരുന്നു, എന്നിട്ട് ഒരു ട്രെയിനിയെക്കുറിച്ച് പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അത് കേട്ട് മറ്റേ ഓഫീസർ പറയുകയാണ്, എടോ അയാൾക്ക് വട്ടാണ്, അയാൾ പോയ പാതയിൽ താൻ പോണ്ട. നന്ദന എന്ന ട്രെയിനിയെക്കുറിച്ചല്ലേ അയാൾ സംസാരിച്ചത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ ആ പെൺകുട്ടിയെ ക്യാമ്പിലിട്ട് കഷ്ടപ്പെടുത്തുകയായിരുന്നു. ഞാൻ ആ ക്യാമ്പിലുള്ള എല്ലാവരെയും മാറ്റി നിർത്തി ചോദിച്ചായിരുന്നു. അതിൽ 90% കുട്ടികളും നന്ദനയെ അനുകൂലിക്കുന്നവരായിരുന്നു. കഴിവും പ്രാപ്തിയുമുള്ളൊരു കുട്ടിയാണ് ഈ പറഞ്ഞ നന്ദന. നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു മുതൽക്കൂട്ടാകാൻ പോകുന്ന കുട്ടി. അവളെ മനസ്സ് മടുപ്പിച്ച് പറഞ്ഞു വിടാനാ അയാൾ ശ്രമിച്ചത്. എന്നാൽ ആ പെൺകുട്ടിക്കുള്ള സ്വാധീനം അയാൾ മനസ്സിലാക്കിയില്ല. അവിടെയാണ് അയാൾക്ക് പിഴച്ചുപോയത്. നമ്മൾ പണവും സ്വാധീനവും ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇവിടെ ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് അയാൾ നന്ദു എന്ന കുട്ടിയെ ഇത്രയും ദ്രോഹിച്ചത്. താൻ ആ കുട്ടിയെ ഒന്ന് നിരീക്ഷണം, എന്നിട്ട് മധുസൂദനൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് റിപ്പോർട്ട് ചെയ്യണം. അത് കേട്ട് ട്രെയിനർ പറഞ്ഞു, ശരി സാർ. വീണ്ടും നമ്മുടെ ഹയർ ഓഫീസർ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയോളം ഈ ബാച്ചിലെ ഏറ്റവും നല്ല ട്രെയിനിയാണ് ഈ നന്ദന. അപ്പോൾ ട്രെയിനി പറഞ്ഞു, ശരി സാർ, ഞാൻ നോക്കിക്കോളാം. മിടുക്കരായിട്ടുള്ളവരെ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമുണ്ടല്ലോ, അവർക്ക് ആത്മാർത്ഥത കൂടും. അപ്പോൾ ഓഫീസർ പറഞ്ഞു, എന്നാൽ പിന്നെ നല്ല മനസ്സോടെ നല്ല ചിന്തയോടുകൂടി ചാർജ് ഏറ്റെടുത്തോളൂ. ശരി സാർ എന്ന് പറഞ്ഞ് സല്യൂട്ട് അടിച്ച് ട്രെയിനർ പോയി കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ നന്ദനയുടെ ഒരു ഫൈറ്റ് സീനാണ്. നന്ദനയും ആ കൂടെയുള്ള ഒരു ട്രെയിനിയും തമ്മിലുള്ള ഫൈറ്റാണ്. അതും കണ്ടുകൊണ്ട് നമ്മുടെ ട്രെയിനർ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ പുതിയ ട്രെയിനർ ബിനോയ് ജോൺ. വന്നപ്പോൾ തന്നെ നല്ലൊരു ഫൈറ്റ് കണ്ടല്ലോ, എന്താ തൻ്റെ പേര്? അപ്പം നന്ദു പറഞ്ഞു, നന്ദന. ഓ, ഇയാളാണ് നന്ദന അല്ലേ? ഒന്ന് വരൂ എന്ന് പറഞ്ഞ് നന്ദനയും കൂട്ടി പോകുന്നുണ്ട്. അപ്പോൾ തുഷാര വന്ന് ബാക്കിയുള്ളവരോടായിട്ട് പറഞ്ഞു, ഇയാളിനി തലവേദന ആയി വരുമോ? അപ്പം മറ്റേ ട്രെയിനി പറഞ്ഞു, പോയവൻ ഇനി പാര വെച്ചിട്ടാണോ പോയതെന്ന് അറിയില്ല. പിന്നെ ആ ട്രെയിനർ നന്ദനയോട് പറയുകയാണ്, കൺഗ്രാജുലേഷൻസ്, വന്നപ്പോൾ തന്നെ നന്ദന ഫിസിക്കലി ഫിറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ചാർജ് എടുത്തപ്പോൾ തന്നെ സാർ പറഞ്ഞു ഇവിടെ നടന്ന ചില കാര്യങ്ങളെപ്പറ്റി. അത് കേട്ട് നന്ദു പറഞ്ഞു, മധുസൂദനൻ സാർ ഇവിടെ ചാർജ് എടുത്തപ്പോൾ മുതൽ എന്നോടെന്തോ മുൻവൈരാഗ്യം ഉള്ളതുപോലെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അതിന് കാരണം പിന്നീട് വ്യക്തമായി. എന്താ കാരണം? അപ്പം നന്ദു പറഞ്ഞു, അത് ചില കുടുംബ പ്രശ്നങ്ങളാണ് സാർ. എൻ്റെ കുടുംബവുമായി ബന്ധമുള്ളവർ തന്നെയാണ് മധുസൂദനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. അത് തെളിവ് സഹിതം എനിക്ക് ബോധ്യപ്പെട്ടതാണ്. ട്രെയിനർ ചോദിച്ചു, നന്ദന മൂർത്തീസ് ജ്വല്ലറിക്കാരുടെ ബന്ധുവാണല്ലേ? അപ്പം നന്ദു പറഞ്ഞു, അതെ സാർ, എൻ്റെ 2 ചേച്ചിമാരെയും വിവാഹം കഴിപ്പിച്ച് വിട്ടേക്കുന്നത് അവിടേക്കാണ്. ട്രെയിനർ പറഞ്ഞു, ഗുഡ്, അപ്പോൾ ജോലി ചെയ്യാതെ ജീവിക്കാനുള്ള സാമ്പത്തികമൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ ഈ ജോലിയോടുള്ള താല്പര്യം കൊണ്ടാണല്ലേ ഇതിലേക്ക് വന്നത് അല്ലേ? അപ്പം നന്ദു പറഞ്ഞു, എനിക്ക് ജീവിക്കണമെങ്കിൽ ജോലി ചെയ്തേ പറ്റൂ സാർ, എൻ്റെ പേരൻസ് അത്ര സമ്പത്തൊന്നും ഉള്ളവരല്ല. ട്രെയിനർ പറഞ്ഞു, അതല്ല, ചേച്ചിമാർ വലിയ കുടുംബത്തിലേക്ക് പോയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം നന്ദു പറഞ്ഞു, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ നടന്നതാ സാർ. ട്രെയിനർ പറഞ്ഞു, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നന്ദു എന്തായാലും ട്രെയിനിങ് തുടങ്ങിക്കോളൂ. ഞാൻ ആരോടും പക്ഷാഭേദം കാണിക്കാറില്ല, എല്ലാവരെയും പരമാവധി സഹായിക്കാറേ ഉള്ളൂ. നന്ദനെക്കുറിച്ച് റിപ്പോർട്ട് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പഴയ ട്രെയിനർ. അതെത്രത്തോളം ശരിയാണെന്ന് അന്വേഷിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടേ കൊടുക്കൂ. താങ്ക് യു സാർ എന്ന് പറഞ്ഞ് നന്ദു പോയി. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ജയൻ എന്തോ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനി ഭയങ്കര സന്തോഷത്തോടെ വന്ന് വലിയച്ഛ എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പം വലിയച്ഛൻ ചോദിച്ചു, എന്താടാ നിൻ്റെ മുഖത്ത് ഇത്രയും സന്തോഷം? അപ്പോൾ അനി പറഞ്ഞു, നമ്മുടെ മുത്തശ്ശൻ ആൾ വലിയൊരു സംഭവം തന്നെയാണല്ലേ. അപ്പം ജയൻ പറഞ്ഞു, അത് നീ പറയേണ്ട കാര്യമുണ്ടോ? എന്താ ഇന്ന് സ്പെഷ്യലായിട്ടൊരു അടിപൊളി? അനി പറഞ്ഞു, ഒന്നുമില്ല. അപ്പം ജയൻ പറഞ്ഞു, അങ്ങനെ ഒന്നുമില്ലായതൊന്നുമില്ല, എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അയാളോട് പൊട്ടിയതെന്ന്. എടാ, എൻ്റെ ഓർമ്മയിൽ നിൻ്റെ അച്ഛൻ നിന്നെ തല്ലിയിട്ടില്ല. അങ്ങനെയുള്ളവൻ നിന്നെ തല്ലിയത് നീ നന്ദുവും തമ്മിലുള്ള അടുപ്പം കാരണമാണ്. ഇപ്പം അച്ഛൻ്റെ റെക്കമെൻഡേഷനിൽ പുതിയൊരു ട്രെയിനർ നന്ദുവിൻ്റെ ക്യാമ്പിലേക്ക് വന്നു, അതിൻ്റെ സന്തോഷമാണ് നീ കാണിക്കുന്നത്. അനി പറഞ്ഞു, അത് പിന്നെ വലിയച്ഛ, അവൾ ന്യായമായിട്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങേണ്ടവളാണ്. എന്നിട്ട് അത് അനുവദിക്കില്ലെന്നും പറഞ്ഞ് ഒരുത്തിന് ഉരുമ്പിട്ട് ഇറങ്ങിയാൽ നമ്മൾ അവളെ സഹായിക്കണ്ടേ? അപ്പം ജയൻ പറഞ്ഞു, അങ്ങനെ സഹായിക്കാൻ നയനയും ആദർശും പിന്നെ നിൻ്റെ മുത്തശ്ശനും ഒക്കെ ഉണ്ട്, പിന്നെ ഞങ്ങളും. അതൊന്നും നീ എടുത്ത് തലയിൽ വെക്കണ്ട. അനി പറഞ്ഞു, വലിയച്ഛ, അന്ന് ഞാൻ നന്ദുവിനെ കാണാൻ പോയതുകൊണ്ടല്ലേ അവളുടെ കഷ്ടപ്പാടുകൾ എല്ലാവരും അറിഞ്ഞത്. ജയൻ പറഞ്ഞു, അല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നന്ദു കാര്യങ്ങളൊക്കെ നയനയോട് വിളിച്ച് പറഞ്ഞേനെ. അത് കേട്ട് അനി പറഞ്ഞു, പക്ഷേ ഇതുവരെ പറഞ്ഞില്ലായിരുന്നല്ലോ.
അപ്പം ജയൻ പറഞ്ഞു, അതെ, നിന്നെ മറന്ന് നടക്കുന്ന നിൻ്റെ ഭാര്യ നീ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പം നീ മുത്തശ്ശൻ അടിപൊളിയാണെന്ന് പറഞ്ഞല്ലോ, ആ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കണമെന്നാണ് ആഗ്രഹം. അതെന്താ നീ മനസ്സിലാക്കാത്തത്? അപ്പോൾ അനി പറഞ്ഞു, എൻ്റെ ഫീലിങ്സ് ഒന്നും ഇവിടെ ആർക്കും മനസ്സിലാകുന്നില്ല. വല്യച്ഛൻ്റെ കാര്യം പോട്ടെ, എന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ആദർശേട്ടൻ പോലും എൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നില്ല. ജയൻ പറഞ്ഞു, എടാ, നിൻ്റെ ഏട്ടൻ നിൻ്റെ മുത്തശ്ശൻ്റെ ഫോട്ടോ കോപ്പിയാണ്. അങ്ങനെയുള്ള നിൻ്റെ ഏട്ടൻ ന്യായത്തിൻ്റെ പക്ഷത്തേ നിൽക്കൂ. അനി പറഞ്ഞു, പട്ടാപ്പകല് അന്യ ആണുങ്ങളോടൊപ്പം പാർക്കിലും ബീച്ചിലും ഒക്കെ ചുറ്റിക്കറങ്ങുന്ന ആ പെണ്ണിനെ നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ജയൻ പറഞ്ഞു, അവൾ അങ്ങനെ നടക്കുന്നതും നീ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നതും ഞങ്ങൾക്കാർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അനി ആകെ ഇറിറ്റേറ്റഡായിട്ട് പറഞ്ഞു, ഇനി ഇവിടെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ വല്യച്ഛനുമായിട്ട് പിന്നെ തർക്കമായേണ്ടി വരും. അവിടെ ചന്തുമോളുടെ ബർത്ത്ഡേയുടെ ആഘോഷങ്ങൾ നടക്കുവാണ്. അതിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നയനെടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അങ്ങനെ അനി പോയി. പിന്നെ കാണിക്കാൻ നമ്മളുടെ ഗോവിന്ദനെ കനകയാണ് കേട്ടോ. കനക ഗോവിന്ദനെ ചായയും കൊണ്ട് കൊടുത്തിട്ട് ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു, ഗോവിന്ദേട്ടാ, നന്ദൂട്ടൻ വിളിച്ചിരുന്നു, പുതിയ ട്രെയിനർ വന്നു എന്നാണ് പറഞ്ഞത്. ഇനി അവിടെ ഒരു കുഴപ്പവുമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, ഭാഗ്യം, നേരത്തെ മോൾ വിളിക്കുമ്പോൾ സംസാരത്തിലൊരു വിഷമമുണ്ടായിരുന്നു. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പിന്നെ നയനയും ആദർശം അവിടെ പോയതിന് ശേഷമല്ലേ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ കനക പറഞ്ഞു, ഗോവിന്ദേട്ടാ, അപ്പോഴല്ല സത്യം അറിഞ്ഞത്. അനി അവിടെ പോയതിന് ശേഷമാണ് നയനയും ആദർശമൊക്കെ സത്യം അറിഞ്ഞത്. ഗോവിന്ദൻ പറഞ്ഞു, ആ പയ്യൻ എന്തിനാണ് ഇനി അവിടെയൊക്കെ പോകുന്നത്? കനക പറഞ്ഞു, നന്ദുവിനെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. എന്തായാലും നന്ദൂട്ടൻ ഇനി അബദ്ധമൊന്നും പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി അങ്ങോട്ട് എത്തി കേട്ടോ. അത് കണ്ട് കനക, ഗോവിന്ദേട്ടാ എന്ന് പറഞ്ഞ് ദേവയാനിയെ കാണിച്ചു. എന്നിട്ട് കനക പറഞ്ഞു, ദേവയാനി ഇങ്ങോട്ടേക്ക് വന്നതാണോ അതോ എങ്ങോട്ടെങ്കിലും പോയ വഴിക്ക് കയറിയതാണോ? അപ്പോൾ ദേവയാനി പറഞ്ഞു, ഇങ്ങോട്ടേക്കായിട്ട് തന്നെ വന്നതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ മോനോട് എനിക്കും ഭയങ്കര ശത്രുതയായിരുന്നു. അതിൻ്റെ കാരണം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എന്നാൽ ഇപ്പം അങ്ങനെയല്ല കാര്യങ്ങൾ. അവനെ ഞാൻ വളർത്തിയ പയ്യനാണ്. അതിലുപരി അവൻ്റെ മുത്തശ്ശൻ്റെ പാതയിലാണ് അവൻ വളർന്നു വന്നത്. അതുകൊണ്ട് അവന് നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ തെറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. നയനയുടെ അച്ഛനും അമ്മയും അവനെ തള്ളി പറയുന്നതിൽ അവന് നല്ല വിഷമമുണ്ട്. അത് കേട്ട് ഗോവിന്ദൻ പറഞ്ഞു, അപ്പം ഞങ്ങളുടെ വിഷമമൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല അല്ലേ? ദേവയാനി പറഞ്ഞു, അങ്ങനെയല്ല, കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നവനാണ് എൻ്റെ മോൻ ആദർശ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ തന്നെയാണ് അവന് ഭാര്യയായിട്ട് കിട്ടിയത്. അത് കേട്ട് കനക പറഞ്ഞു, രണ്ടാമത് പറഞ്ഞത് ശരിയാണ്. എൻ്റെ മോൾ അനന്തപുരി തറവാട് തകരാതിരിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോഴാ തറവാട്ടിൽ ഇരട്ടി വീഴാത്തത്. അവിടുത്തെ ആൾക്കാർ തമ്മിൽ തല്ലാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഗോവിന്ദൻ പറഞ്ഞു, ഞാൻ പല തവണ എൻ്റെ മോളോട് പറഞ്ഞതാണ് ഇവിടെ വന്ന് നിൽക്കാൻ. ഞങ്ങൾ വഴക്കിനൊന്നുമില്ല. ഞങ്ങളെ മോളെ ഞങ്ങൾക്ക് കിട്ടിയാൽ അത് വലിയൊരു സന്തോഷമാകും. അപ്പോൾ ദേവയാനി പറഞ്ഞു, അങ്ങനെ ആ മോളെ ഇനി തിരിച്ചൊന്നും തരില്ല. നയനമോള് അനന്തപുരി തറവാടിൻ്റെ ഐശ്വര്യമാണ്. അതിലുപരി എൻ്റെ സ്വന്തം മോളാണ്. ഇനി നിങ്ങൾ എത്ര വാശി പിടിച്ചാലും മോൾ ഇവിടെ വന്ന് നിൽക്കാനും പോണില്ല. കനക പറഞ്ഞു, അത് ഞങ്ങൾക്കറിയാം. അത്രത്തോളം ആ കുടുംബത്തെ സ്നേഹിക്കുന്ന ഞങ്ങളെ മോളോടാണ് ആദർശ് ഈ ചതി ചെയ്തത്. ദേവയാനി പറഞ്ഞു, അവൻ ആരെയും ചതിച്ചിട്ടില്ല കനകേ. അപ്പോൾ കനക പറഞ്ഞു, സ്വന്തം അമ്മമാർ എപ്പോഴും മക്കളെ ന്യായീകരിക്കാൻ ശ്രമിക്കും. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇന്നലെ വരെ ആദർശിനെ തള്ളി പറഞ്ഞു ആദർശിൻ്റെ അമ്മ. അത് ശരിയാ. പക്ഷേ അമ്മമാർക്ക് അധികമൊന്നും അവരോട് പിണങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദേവയാനി പറഞ്ഞു, അവൻ്റെ ഭാഗത്ത് ശരിയില്ലായിരുന്നെങ്കിൽ നയനമോളോട് ഈ വഞ്ചന കാണിച്ചതിൽ ഞാൻ ഒരിക്കലും അവനോട് ക്ഷമിക്കില്ലായിരുന്നു. സ്വന്തം മോനാണെന്ന് നോക്കാതെ അവനെ ഞാൻ തള്ളിക്കളഞ്ഞേനെ. ഗോവിന്ദൻ ചോദിച്ചു, അപ്പം ആദർശിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ദേവയാനി പറഞ്ഞു, വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, അതിനേക്കാളും വലിയ ധർമ്മസങ്കടത്തിലാണ് ഞങ്ങൾ. തല്ലാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ആദർശിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് ആദർശിൻ്റെ അമ്മ ഇങ്ങോട്ട് വരരുത്. എൻ്റെ മോളുടെ അമ്മായിയമ്മ എന്ന നിലയിൽ ആദർശിൻ്റെ അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, ഞങ്ങളെ കാണാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ മകന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് വക്കാലത്ത് പറയരുതെന്ന് മാത്രം. അത് കേട്ട് കനകയും പറഞ്ഞു, ഈ സംഭവം ഓർത്ത് ഞങ്ങൾ കരയാത്ത ദിവസങ്ങളില്ല. മറ്റാര് ചെയ്താലും ഇത് കുഴപ്പമില്ലായിരുന്നു, ഒരു പരിധിവരെ സഹിക്കാമായിരുന്നു. അത് അഭിയായിരുന്നെങ്കിൽ പോലും. പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ വിശ്വസിച്ച ആദർശാണ് ഇവിടെ പ്രതി. അതാ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്. അപ്പം ദേവയാനി പറഞ്ഞു, ആദർശിനെ നയനമോളുടെ അച്ഛനും അമ്മയും വെറുക്കുന്നത് മറ്റാരെക്കാളും സങ്കടമാണ് നയനമോൾക്ക്. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വന്നത്. കഴിയുമെങ്കിൽ ആദർശ് നയനമോളോടൊപ്പം ഇവിടെ വരുമ്പോൾ മനസ്സിൽ ദേഷ്യം വെച്ചിട്ട് അവനോട് സംസാരിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദർശിനെക്കാളും വേദനിക്കുന്നത് നിങ്ങളുടെ മകൾ തന്നെ ആയിരിക്കും. അത്രയേ എനിക്കും പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ദേവയാനി പോയി. അപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ട് ഗോവിന്ദൻ കനകയെടുത്ത് ചോദിക്കുകയാണ്, നയനമോൾക്ക് എന്താ കനകയെ പറ്റിയത്? അപ്പോൾ കനക പറഞ്ഞു, അറിയില്ല എന്ന് പറഞ്ഞ് കരയുവാണ് കേട്ടോ.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി അനന്തപുരിയിലെത്തി അവിടെ റൂമിലിരിക്കുകയാണ്. അപ്പം നയനയും അങ്ങോട്ടേക്ക് എത്തി. എന്നിട്ട് ചോദിച്ചു, അമ്മയെ ഞാൻ എല്ലായിടത്തും നോക്കിയല്ലോ, എന്നിട്ട് എവിടെയായിരുന്നു അമ്മ? എന്തിനാ ഈ മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നത്? ദേവയാനി ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞു, ഏയ് ഒന്നുമില്ല മോളെ. അത് നയനയ്ക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ നയന ചോദിച്ചു, അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടല്ലോ, എന്തു പറ്റി? അപ്പം ദേവയാനി പറഞ്ഞു, ഏയ് ഒന്നുമില്ല, ഞാനിന്ന് അവിടെ വരെ പോയിരുന്നു മോളുടെ വീട്ടിൽ. കനകയും ഗോവിന്ദനുമൊക്കെ ആദർശിനെ വെറുക്കുകയല്ലേ, അതുകൊണ്ട് ആദർശിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയാനാണ് ഞാൻ പോയത്. അപ്പോൾ നയന ചോദിച്ചു, അമ്മ സത്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ? അപ്പോൾ ദേവയാനി പറഞ്ഞു, ഹേയ് അത് ഞാൻ പറയുമോ? അപ്പോൾ നയന വന്ന് ദേവയാനിയുടെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, അമ്മയെ അച്ഛനും അമ്മയും ഇൻസൾട്ട് ചെയ്തോ, കുറ്റപ്പെടുത്തിയോ? ദേവയാനി പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഉണ്ടായില്ല മോളെ. അത് കേട്ട് നയന പറഞ്ഞു, അവിടെ അമ്മ പോയിട്ടുണ്ടെങ്കിൽ രണ്ടാളും അമ്മയെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടാകും. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, സത്യങ്ങൾ അറിയാത്തിടത്തോളം കാലം അവരൊരിക്കലും അമ്മയുടെ ന്യായം കേൾക്കില്ല, അമ്മയെ കുറ്റപ്പെടുത്തുകയേ ഉള്ളൂ. അപ്പോൾ ദേവയാനി പറഞ്ഞു, സാരമില്ല മോളെ, ഇതുപോലൊരു സാഹചര്യത്തിൽ ഒരച്ഛനും അമ്മയും നമ്മൾക്കൊപ്പം നിൽക്കില്ല. നയന ചോദിച്ചു, എങ്കിലും എന്തൊക്കെയാ അവിടെ ചെന്നപ്പോൾ അച്ഛനും അമ്മയും ചോദിച്ചത്? അപ്പോൾ ദേവയാനി പറഞ്ഞു, അതൊക്കെ എന്തിനാ ഇപ്പം മോൾ അറിയുന്നത്? ഇനിയിപ്പം അതേ ചൊല്ലി വഴക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ സങ്കടപ്പെട്ട് നയന അങ്ങ് തിരിഞ്ഞു കേട്ടോ. അപ്പം ദേവയാനി മോളെ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം നയന തിരിഞ്ഞിട്ട് പറഞ്ഞു, അമ്മ എന്നോട് പറയാതെ അവിടെ പോയത് വലിയൊരു തെറ്റായിപ്പോയി. അമ്മയെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. അപ്പോഴാണ് അമ്മയായിട്ട് അങ്ങോട്ട് കയറി ചെന്നത്. അതും പറഞ്ഞ് നയന വിഷമത്തോടെ അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ വീണ്ടും കാണിക്കുന്നത് കനകയും ഗോവിന്ദനെയാണ് കേട്ടോ. അപ്പം കനകയുടെ ഫോണിലേക്ക് നയന വിളിച്ചു, അമ്മായിയമ്മ ഇവിടെ വന്നപ്പോൾ നമ്മളെ വിമർശിച്ചില്ലേ, അതിനെപ്പറ്റി ചോദിക്കാൻ വിളിക്കുകയായിരിക്കും. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, എടുത്തോ. ആ മോളെ. അപ്പം നയന ചോദിച്ചു, ആദർശേട്ടൻ്റെ അമ്മ അവിടെ വന്നപ്പോൾ നിങ്ങൾ അമ്മയെ ഇൻസൾട്ട് ചെയ്തിട്ടാണോ പറഞ്ഞു വിട്ടത്? കനക പറഞ്ഞു, ഞങ്ങൾ ഇൻസൾട്ടൊന്നും ചെയ്തിട്ടില്ല, പറയേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്വന്തം മോനെ ന്യായീകരിക്കാനാ അമ്മ വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ മോൾക്കുണ്ടായ അബദ്ധത്തെ പറ്റി ഞങ്ങൾ പറയണ്ടേ? അപ്പോൾ നയന പറഞ്ഞു, എന്ത് അബദ്ധം എനിക്കുണ്ടായെന്നാ അച്ഛനും അമ്മയും ഈ പറയുന്നത്? അങ്ങനെയെങ്കിൽ ഞാനല്ലേ അവരെയൊക്കെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തേണ്ടത്? കനക അത് കേട്ടിട്ട് പറയുകയാണ്, നീ എന്തുകൊണ്ടാണ് കുറ്റപ്പെടുത്തുന്നില്ല എന്നാണ് ഞങ്ങളുടെ സംശയം, അതാണ് ഞങ്ങളുടെ വിഷമവും. നയന പറഞ്ഞു, അങ്ങനൊരു വിഷമത്തിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞല്ലോ. ആദർശേട്ടൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സത്യമില്ലാതെ ഞാൻ ആദർശേട്ടനോടൊപ്പം നിൽക്കുമെന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും തോന്നുന്നുണ്ടോ? അപ്പോൾ കനക പറഞ്ഞു, ഇതുപോലെ തെറ്റ് ചെയ്യുന്നവരെ അവരവരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി ഓരോരോ കള്ളങ്ങളങ്ങ് പറയും. അതൊക്കെ ഇപ്പം നയനമോൾ വിശ്വസിച്ചിരിക്കുക. അപ്പോൾ നയന പറഞ്ഞു, അമ്മേ ഞാനൊരു കാര്യം പറയാം, ഒരു കാരണവശാലും എൻ്റെ ഭർത്താവിനെയും അമ്മയെയും ഒന്നും പറയാൻ പാടില്ല, അവരൊക്കെ നിരപരാധികളാണ്, അവരെ വേദനിപ്പിച്ചാൽ അതെനിക്ക് സഹിക്കില്ല. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഗോവിന്ദൻ ചോദിച്ചു, എന്താ? അപ്പോൾ കനക പറയുകയാണ്, അവളുടെ ഭർത്താവിനെയും വീട്ടുകാരെയും വേദനിപ്പിച്ചാൽ അവൾക്ക് സഹിക്കില്ല എന്ന്. ഗോവിന്ദൻ പറഞ്ഞു, എന്നാലും പറയാനുള്ളത് നമുക്ക് പറഞ്ഞല്ലേ പറ്റൂ കനകേ. അപ്പോൾ കനക പറയണം, അതിൻ്റെ പേരിൽ ഉടക്കുന്നെങ്കിൽ അങ്ങ് ഉടക്കട്ടെ. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, പക്ഷേ എനിക്കൊരു സംശയം കനകേ, എപ്പോഴും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിച്ചിട്ട് പെരുമാറുന്നവളാണ് നയന. അങ്ങനെയുള്ള മോള് ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ആദർശിനെ ന്യായീകരിക്കുമോ? ഇനി അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ശരി കാണുമോ? അപ്പോൾ കനക പറഞ്ഞു, എന്ത് ഗോവിന്ദേട്ടാ, എന്തായാലും ആ ചന്തുമോൾക്ക് ഒരു അമ്മയുണ്ടല്ലോ, ആ അമ്മയുമായിട്ട് ആദർശിന് നേരത്തെ ബന്ധവുമുണ്ട്. അതുപോലെ ചന്തുമോൾ ആദർശിൻ്റെ കുഞ്ഞുമാണ്. പിന്നെ ഇനി എന്ത് ന്യായീകരണം നടത്തിയാലും അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഗോവിന്ദൻ പറഞ്ഞു, എന്തായാലും ഇത് വല്ലാത്തൊരു പരീക്ഷണമായിപ്പോയി. അപ്പോൾ കനക പറയുകയാണ്, ഗോവിന്ദേട്ടാ എന്തായാലും നമ്മൾ നമ്മുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഒരു സമയത്ത് അഭിമോനെ കാണുന്നത് തന്നെ ദേഷ്യമായിരുന്നു, എന്നിട്ട് ആദർശന് നമ്മളെ മോനെ പോലെയല്ലേ നമ്മൾ സ്നേഹിച്ചത്, അതുകൊണ്ട് തന്നെ ഇപ്പം അവനോട് ഭയങ്കര വെറുപ്പ് തോന്നുകയാണ്. ഗോവിന്ദൻ പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ വീട്ടിലോട്ട് പോകാൻ തോന്നുന്നില്ല. കനക പറഞ്ഞു, പോകണ്ട, എന്തിനാ പോകുന്നത്? ഏതോ അന്യ കുഞ്ഞിനെ നമ്മളുടെ മോൾ സ്നേഹിക്കുന്നത് കാണാനോ? ഞാനേതായാലും ഇല്ല. അതും പറഞ്ഞ് കനക അങ്ങ് പോയി. ഗോവിന്ദനാകെ സങ്കടപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയും ചന്തുമോളെയാണ് കേട്ടോ. നയന ചന്തുവിനെ ഒരുക്കുകയാണ്, എന്നിട്ട് പറയുകയാണ്, നമുക്ക് മുടി ചെയ്യുക. അപ്പോഴേക്കും ആദർശം അങ്ങോട്ടേക്ക് എത്തി. പുതിയ ഉടുപ്പൊക്കെ ഇട്ടല്ലേ, സുന്ദരിക്കുട്ടി ആയല്ലോ. അപ്പം നയന പറഞ്ഞു, ഇതല്ല ഇനി ഇടാൻ പോകുന്നത്, കേക്ക് മുറിക്കാൻ നേരത്ത് എൻ്റെ മോള് മാലാക കുട്ടിയാകും. ആദർശ് പറഞ്ഞു, ഇതും നന്നായിട്ട് ചേരുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ അമ്മയും അച്ഛനും ഒക്കെ മോൾക്ക് ഒരുപാട് ഡ്രസ്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തവണ മോളുടെ ബർത്ത്ഡേ നമുക്ക് അടിച്ചു പൊളിക്കാം. ഒരു സന്തോഷ വാർത്തയുണ്ട്, അവിടെ പുതിയ ട്രെയിനർ ചാർജ് എടുത്ത് കഴിഞ്ഞു. ഇപ്പം മനസ്സിലായില്ലേ മുത്തശ്ശൻ ചെറിയൊരു പുലിയാണെന്ന്? നയന പറഞ്ഞു, അതെനിക്കറിയാമല്ലോ, ഞങ്ങൾക്ക് ഓർമ്മയായ കാലം മുതലേ അനന്തപുരിയിലെ മൂർത്തി സാറിനെ കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നതാ.
അത്രയും വലിയ ഒരാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിലുള്ളവരൊക്കെ കേൾക്കില്ലേ? അത് കേട്ട് ആദർശ് പറഞ്ഞു, നിൻ്റെ അനിയത്തിയുടെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ട് മാത്രമാണ് മുത്തശ്ശൻ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ നടത്തിയത്. അല്ലെങ്കിൽ സ്വന്തം മക്കളായാൽ പോലും നടക്കില്ല. കുട്ടിക്കാലത്ത് ഞങ്ങൾ ഓരോ പ്രോഗ്രാമിനൊക്കെ പോകുമ്പം ടിക്കറ്റ് കിട്ടാത്ത സമയത്ത് മുത്തശ്ശനെ വിളിക്കും ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നേ വരെ മുത്തശ്ശൻ അത് ചെയ്തിട്ടില്ല. ടിക്കറ്റ് ഉണ്ടെങ്കിൽ കയറിയാൽ മതി എന്ന് പറയും. അതാ ആള്. അപ്പം നയന പറഞ്ഞു, അത്രയും നന്നായിട്ട് കുടുംബമൊക്കെ നോക്കി പോകുന്ന മുത്തശ്ശന് ഒരിക്കലും ചേരാത്ത 2 പേരാണ് ഈ കുടുംബത്തിലുള്ളത്, അബിയും അവൻ്റെ അമ്മയും. ആദർശ് പറഞ്ഞു, ഇപ്പോഴും അതിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും സങ്കടമുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു തറവാട് നശിപ്പിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. എല്ലാ കാലവും എല്ലാം ഒന്നും നിലനിൽക്കില്ല. അതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ജന്മം എടുത്തല്ലേ പറ്റൂ. പിന്നെ നയന ചന്തുമോളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് നവ്യയും അതിലേക്ക് വന്നു. അപ്പം നയന പറഞ്ഞു, മോളുടെ ബർത്ത്ഡേ അല്ലേ നവ്യേച്ചി, അപ്പം മോളെ ഒന്ന് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നവ്യ പറഞ്ഞു, ആ ചെല്ല്, നിങ്ങൾ 2 മാത്രമേ പോകണുള്ളൂ, മോളുടെ അച്ഛൻ വരുന്നില്ലേ? നയന പറഞ്ഞു, അച്ഛനും വരുന്നുണ്ട്, ഞങ്ങൾ 3 കൂടിയാണ് പോകുന്നത്. നവ്യ അപ്പോൾ ചോദിച്ചു, പുതിയ ഡ്രസ്സാണോ? അത് കേട്ട് നയന പറഞ്ഞു, ആ അതെ, ഞങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാവരും പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തില്ലേ? അപ്പം നവ്യ പറഞ്ഞു, ഓ മാലാഖക്കുട്ടിയുടെ ഡ്രസ്സ് വാങ്ങിയായിരുന്നല്ലോ. നവ്യ അത് കേട്ട് നയന പറഞ്ഞു, ആ വാങ്ങി, അതെ, കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നവ്യ ചന്തുമോളോടായിട്ട് പറയുകയാണ്, ഏതായാലും നിനക്ക് രാജയോഗം ഉണ്ടോ കൊച്ചേ, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഒന്നും ജീവിക്കാൻ ഒക്കില്ലല്ലോ. അത് കേട്ട് ജലജ അങ്ങോട്ടേക്ക് എത്തി കേട്ടോ. എന്നിട്ട് പറയുകയാണേ, അത് പിന്നെ പറയാനുണ്ടോ, ഇവളുടെ അമ്മ വയ്യാതെ കിടക്കുക, അവൾ മിടിക്കുകയാണെന്ന് വേണം പറയാൻ, അല്ലെങ്കിലേ പുളിങ്കൊമ്പിൽ കയറി പിടിക്കുമായിരുന്നു. ആദർശേ അനന്തപുരിയിലെ പയ്യനാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാകും അവൾ ആദർശനെ കയറി പ്രേമിച്ചത്. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് അവനെ വശത്താക്കി. അങ്ങനെയാണല്ലോ അവൻ അബദ്ധം പറ്റിയത്. അതിനുശേഷമായിരിക്കും അവളുടെ ബുദ്ധിക്ക് തേയ്മാനം സംഭവിച്ചത്. അപ്പം നയന ചോദിച്ചു, തേയ്മാനോ? അത് കേട്ട് ജലജ പറഞ്ഞു, ആ അതെ, അതുകൊണ്ടാണ് ആദർശിൻ്റെ കുഞ്ഞുമായിട്ട് അവൾ ഇങ്ങോട്ട് ഓടിക്കയറി വരാതിരുന്നത്. അങ്ങനെ വരാനുള്ള ബുദ്ധി അവൾക്കുണ്ടായിരുന്നെങ്കിൽ നീ പിന്നെ ഇവിടെ വരത്തില്ലായിരുന്നല്ലോ. ഇന്ന് ഇവൾക്കൊപ്പമേ ഇവളുടെ അമ്മയും ഇവിടെ ആദർശിനോടൊപ്പം കാണുമായിരുന്നേനെ. അപ്പം നയനയ്ക്ക് നല്ല ദേഷ്യം വന്നു കേട്ടോ. നയന പറഞ്ഞു, ഇതിനെ ഇപ്പം എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം നവ്യ പറഞ്ഞു, ആ അമ്മ പറഞ്ഞ സത്യമാണ്, ഇവളുടെ അമ്മ ഇവളുമായിട്ട് ഇവിടെ കയറി വന്നിരുന്നെങ്കിലേ ആദർശേട്ടൻ്റെ മുത്തശ്ശൻ അമ്മയും കുഞ്ഞിനെ ഏറ്റെടുക്കാതിരിക്കുമോ? ആദർശേട്ടന് പിന്നെ ഇവരെ 2 തള്ളിക്കളയാൻ പറ്റുമോ? അപ്പം നയന പറഞ്ഞു, നല്ലൊരു ദിവസമായിട്ട് വെറുതെ അതിനെ ഇല്ലാതാക്കാൻ എനിക്ക് വയ്യ, മോള് വാ എന്ന് പറഞ്ഞ് മോളുമായിട്ട് നയന അങ്ങ് പോയി. നയന അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ജലജ നവ്യയെ എരികേറ്റുവാണ് കേട്ടോ. എൻ്റെ നവ്യ നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സാണ് ആ കൊച്ചിന് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൻ്റെ കൊച്ചിന് ഒരു കുഞ്ഞുടുപ്പ് വാങ്ങിത്തരാൻ പോലും ആരുമില്ലല്ലോ. അത് കേട്ട് നവ്യ ആകെ വിഷമിച്ച് ദേഷ്യം വന്നൊക്കെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പം പത്രമാറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബായ്.